സർ, വീണ്ടും ഇതാ ഒരു ഇലക്ഷനിൽ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും വിവാദങ്ങളിൽ പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഷാഫിയുടെയും രാഹുലിന്റെയും വാഹനം തടഞ്ഞു നിർത്തി പരിശോധന നടത്തിയിരുന്നു. ഇതിനെ ചുറ്റിപ്പറ്റി പല വിധത്തിലുള്ള വിവാദങ്ങളും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്, കോൺഗ്രസിനകത്തും പുറത്തുമൊക്കെ. എന്റെ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ പരിശോധന നടത്തിയത് ഒരു ശരിയായ നടപടിയാണോ, അല്ലെങ്കിൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ? ഒരു അജണ്ടയുമില്ല. അത്തരത്തിലൊരു അജണ്ട ഉണ്ടെന്ന് വരുത്തി തീർക്കുന്നതിനും ഞങ്ങളാണ് ലോക നേതാക്കൾ എന്നുള്ള രീതിയിലേക്ക് ഒരു വാർത്ത കൊണ്ടുവരുന്നതിനും വേണ്ടി ചെയ്യുന്ന ഒരു പരിപാടി എന്ന് മാത്രമേ കാണാൻ സാധിക്കൂ. ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ കമ്മീഷന്റെ നേതൃത്വത്തിലാണ് പോലീസും സർക്കാർ ഉദ്യോഗസ്ഥരുമെല്ലാം. അവർക്ക് ഒരു ജുഡീഷ്യൽ പവർ തന്നെയുണ്ട്. അവരുടെ താല്പര്യത്തിനനുസരിച്ച് നിയോഗിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ വേണ്ട ജോലി ചെയ്തുകൊണ്ട് പോകണം. അതിനകത്ത് ഇവിടെ വ്യത്യാസം വന്നാൽ, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും രീതിയിൽ ഈ ഇലക്ഷൻ കമ്മീഷന്റെ നിയന്ത്രണത്തിനപ്പുറം ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ ആ പരാതി ഏറ്റെടുക്കുകയും ആരുടെയും ശുപാർശയോ മറ്റും കേൾക്കാതെ ഉടനടി നടപടി എടുക്കുന്നതുമായിട്ടുള്ള അതിനുള്ള അധികാരമുള്ളതായിട്ട് സംവിധാനമാണ് ഇലക്ഷൻ കമ്മീഷൻ. അപ്പോൾ അത്തരത്തിൽ ഇലക്ഷൻ കമ്മീഷൻ ഇപ്പം പല രീതിയിലുള്ള പരിശോധന, നമുക്കറിയാം, നമ്മൾ വാഹനങ്ങൾ കൊണ്ട് പോകുമ്പോൾ ഇലക്ഷൻ സമയത്ത് നമ്മുടെ വാഹനങ്ങൾ തടഞ്ഞു നിർത്തി ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഭാഗമായിട്ട് ആണ് ഞങ്ങളുള്ളത്, ഞങ്ങൾക്ക് ഈ വാഹനം ഒന്ന് പരിശോധിക്കണം, അത് നമ്മൾ നേരെ ഇറങ്ങി കൊടുക്കും. അവർ നമ്മൾ പറയുന്ന അനുസരിച്ച് നമ്മളുടെ സാന്നിധ്യത്തിൽ ക്യാമറയുടെ സഹായത്തോടു കൂടി ആ വാഹനം പരിശോധിക്കുന്നത് മൊത്തം ഓൺ ക്യാമറയാണ്, ക്യാമറയുടെ സഹായത്തോടു കൂടി എല്ലാം പരിശോധിക്കും. അപ്പം ആ പരിശോധനയ്ക്കകത്ത് അവർക്ക് അവര് ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ അനാവശ്യമായിട്ടുള്ള ഇലക്ഷന് തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള കാര്യകാരണങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മളെ വളരെ കൂളായിട്ട് വിടും. നമ്മുടെ ഫോൺ നമ്പർ മേടിക്കും, നമ്മുടെ അഡ്രസ്സ് മേടിക്കും, അവരത് കുറിച്ചെടുക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു സംവിധാനം മാത്രമേ ഉള്ളത്. ഇന്നലെ രാത്രിയിൽ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ആളും കൂടി വന്നപ്പോൾ ഇതേ രീതിയിൽ ഉദ്യോഗസ്ഥന്മാർ കൈ കാണിക്കുന്നു. ഷാഫിയാണ് വണ്ടി ഓടിച്ചത്, രാഹുൽ അതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഉദ്യോഗസ്ഥന്മാർ പരിശോധനയ്ക്ക് വിധേയമാണെന്ന് പറഞ്ഞു. രാത്രി ആയതുകൊണ്ട് ടോർച്ചുകൾ ഉണ്ടായിരുന്നു. ടോർച്ച് ഉപയോഗിച്ചാണല്ലോ രാത്രി ടോർച്ച് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പരിശോധിച്ചു. ആ പരിശോധനയ്ക്ക് ഇടയ്ക്ക് ഈ പറയുന്നത് പോലെ രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും അനാവശ്യമായിട്ട് ആ ഉദ്യോഗസ്ഥന്മാർക്ക് വളരെ മോശമായിട്ട് തട്ടിക്കയറുകയും, അതായത് നമ്മൾ സാധാരണ ഒരു ഊച്ചാളി രാഷ്ട്രീയക്കാർ കാണിക്കുന്നത് പോലെ ഷാഫിയുടെ സംസാരവും നിലവാരവും, എന്തോടാ നിന്നെയൊക്കെ ഞങ്ങൾ കാണിച്ചു തരാം, നിന്നെ പേര് നമ്മൾ എഴുതിയെടുത്തിട്ടുണ്ട്, നീ അടുത്ത ആരുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് ഞങ്ങൾക്കറിയാം, അടുത്ത പ്രാവശ്യം നിന്നെ ഞങ്ങൾ കാണിച്ചു തരാം, അടുത്ത പ്രാവശ്യം അതിന്റെ അർത്ഥം അടുത്ത പ്രാവശ്യം അധികാരത്തിൽ വരുമ്പോൾ ഈ ഉദ്യോഗസ്ഥൻ പോകാൻ പിടിച്ച ഒരു വലിയ ഓഫീസറോ അല്ലെങ്കിൽ വില്ലേജ് അസിസ്റ്റന്റോ അല്ലെങ്കിൽ അതിനപ്പുറം ഒരു താലൂക്ക് ഓഫീസിലെ ഉദ്യോഗസ്ഥനോ ഒക്കെ ആയിരിക്കും, ഏതെങ്കിലും അല്ലെങ്കിൽ കൃഷി ഓഫീസിലെ ഉദ്യോഗസ്ഥനോ അവനെ കാണിച്ചു തരാമെന്നൊക്കെ പറയുന്ന ഒരുമാതിരി ഊച്ചാളി കോൺഗ്രസ് രാഷ്ട്രീയമാണ് നമ്മൾ കണ്ടത്. ഇവർ ഇതൊക്കെ പറയാറുണ്ടല്ലോ. അപ്പൊ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവിനെ പറ്റി എനിക്ക് നല്ല അഭിപ്രായമുള്ള നേതാവാണ്, എനിക്ക് നല്ല ഇഷ്ടമുള്ള ഒരു നേതാവാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കോൺഗ്രസിനകത്ത് മതേതര ജനാധിപത്യ പരമായിട്ട് ജനം മൊത്തം അംഗീകരിച്ചുകൊണ്ടിരുന്ന ഒരു യുവ നേതാവ് വളർന്നു വന്നതിന് ശേഷവും അദ്ദേഹത്തിന്റെ ജനത്തിനിടയ്ക്കുള്ള സ്വാധീനം വളരെ കൃത്യമായിട്ട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് ആൾക്കാരുടെ ഇടയിൽ നല്ലൊരു നേതാവാണ്. അത് ജാതിയും മതവും വളരെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഈ സമയത്ത് അതിനൊക്കെ അതീതനായിട്ട് കോൺഗ്രസിനകത്ത് പണ്ടത്തെ പോലെ അപ്പുറം കാണുന്ന ഒരു നേതാവായിട്ട് വളർന്നു വരുന്ന ഒരാളായിട്ടാണ്. പക്ഷെ ഇപ്പം ഷാഫിയുടെ ഈ നിലപാട് നമ്മൾ കാണുമ്പോൾ ഒരു മോശമായ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഒരു ചീപ്പ് ഷോ എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. അതിനകത്ത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ പങ്കും വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന് പറയുന്നുണ്ട്. കാരണം അറിയാവുന്ന എല്ലാവർക്കും എന്റെ വണ്ടി പരിശോധിച്ചിട്ടുണ്ട്. എന്റെ വണ്ടി പരിശോധിക്കുമ്പോൾ നമ്മൾ വലിയ ആളായിട്ടൊന്നുമല്ല, നമ്മൾ സാധാരണ യാത്രക്കാരാണ്. പക്ഷെ ഒരു ഉദ്യോഗസ്ഥനും നമ്മുടെ അടുത്ത് മോശമായിട്ട് പെരുമാറിയാകുന്നില്ല. അവരാവശ്യപ്പെടുന്ന നമ്മൾ ഡിക്കി തുറക്കാൻ പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ അതിനകത്ത് പരിശോധിക്കേണ്ട അറകളൊക്കെ അവർ പരിശോധിക്കും. അവരോട് ഇതിന്റെ ഭാഗമായിട്ടാണ്. അതിനുശേഷം വളരെ കൃത്യമായിട്ട് നമ്മളെ വളരെ മാന്യമായിട്ടാണ്. ഇപ്പം ഒരു MP ആണെന്നും ഷാഫിയെയും അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലെന്നും അറിയാത്തതൊന്നുമല്ല. ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്നത് മോശമായിട്ട് പെരുമാറി എന്നുള്ള വിഷ്വൽസ് ഒന്നും വെളി വരുമ്പോൾ കാണുന്നില്ല. ഇവരാണ് മോശമായിട്ട് പെരുമാറുന്നത്. അപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലും ഒക്കെ A ഗ്രൂപ്പിന്റെ വക്താക്കളാണെന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓർക്കേണ്ടത് നിങ്ങളുടെ നേതാവാണെന്നും നിങ്ങൾ കല്ലറയിൽ പോയി തൊഴുവൊക്കെ ചെയ്യുന്ന ഈ പറയുന്ന ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരിൽ അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ശരിയോ തെറ്റോ, തെറ്റാണെന്നാണ് പിന്നെ തെളിഞ്ഞത്. സരിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ വിഷയം വന്നപ്പോൾ ആ മനുഷ്യൻ മുഖ്യമന്ത്രിയായിട്ട് ഇരുന്ന സമയത്ത് 8-9 മണിക്കൂർ ഈ പറയുന്ന കമ്മീഷന്റെ മുന്നിൽ ചെന്നിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. സരിതയുടെ കേസുമായിട്ട് ഒരു ജുഡീഷ്യൽ കമ്മീഷൻ ഉണ്ട്. ആ കമ്മീഷൻ മുമ്പ് അദ്ദേഹത്തിന് ഒരു മുഖ്യമന്ത്രിയുടെ പരിവേഷവും ഉണ്ടായിരുന്നില്ല.
അവർ പറയുന്നത് പോലെ അവിടെ ഇരുന്ന് സാധാരണക്കാരന്റെ കൂട്ട് അവിടെ ഇരുന്ന് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം മറുപടി കൊടുത്തതിന് ശേഷം പറയുന്ന മാധ്യമങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അതൊക്കെ നിയമത്തിന്റെ പരിധിയിൽ പരിധിയിലുള്ളതാണ്, അതിനകത്ത് കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞ് ഒരു പരിഭവമില്ലാതെ പത്രക്കാരോട് പോലും പോയിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാരുണ്ടായിരുന്ന കോൺഗ്രസിനകത്താണ് ഇത്തരത്തിൽ ഈ എന്തെങ്കിലുമൊക്കെ കിട്ടി ഒച്ചയടഞ്ഞ അക്ഷരമാകുന്നത് പോലെ ഒരുപക്ഷെ എംപിയും എംഎൽഎയും ഒക്കെ ആകാനുള്ള പാരമ്പര്യം പോലും ഇല്ലാത്ത കോൺഗ്രസ്സുകാർ ജാതകവശാൽ അല്ലെങ്കിൽ ഏതെങ്കിലും നേതാക്കന്മാരുടെ ശുപാർശ കൊണ്ട് ഇത്തരത്തിൽ എം പി എം എൽ എയും ഒക്കെ ആയി കഴിയുമ്പോൾ അവരുടെ ആണ് ഈ ലോകത്തെ താങ്ങി നിൽക്കുന്നതെന്നുള്ള രീതിയിൽ ഉത്തരത്തിലെ പല്ലിയുടെ അവസ്ഥയിൽ പ്രവർത്തിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് തന്നെ ഇതിനകത്ത് വേറൊരു വലിയ കാര്യമുണ്ട്. ഇതേ പോലീസ് ഇതേ സമയത്ത് ഇന്നലെ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞൊരു എം പിയുടെ ബോർഡ് വെച്ച വണ്ടി, ഇവരുടെ വണ്ടിക്ക് ബോർഡില്ല, പ്രൈവറ്റ് വണ്ടിയാണ്, ഇവർ സ്വകാര്യമായിട്ട് ഓടിച്ചുകൊണ്ട് വന്നതാണ്. അല്ലെങ്കിൽ എം പി എന്ന് കാണിക്കുമ്പോൾ അങ്ങ് വിട്ടുപോ അല്ലെങ്കിൽ എം പി ആയതുകൊണ്ട് വിട്ടുപോട്ടെ എന്ന് വിചാരിക്കും. പക്ഷെ എം പി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പി രാധാകൃഷ്ണനെ അറിയാമല്ലേ? രാധാകൃഷ്ണൻ ഈ ആകപ്പാടെ ഒരു എം പി ആയിട്ടുള്ള രാധാകൃഷ്ണൻ വണ്ടി പരിശോധിക്കുമ്പോൾ വളരെ മാന്യമായിട്ട് ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ പെരുമാറുകയും ആ വണ്ടി തുറന്നു കാണിക്കാൻ വേണ്ടി തയ്യാറാവുകയും ഒരു കുഴപ്പമില്ലാതെ പോവുകയും ഒക്കെ. എം പിയുടെ ബോർഡ് വെച്ച വണ്ടി. അപ്പം അത്തരത്തിലുണ്ട്. നിങ്ങൾ പറയാറുണ്ടല്ലോ CPM-കാർക്കാണ് ധാർഷ്ട്യം, BJP-കാർക്കാണ് ധാർഷ്ട്യം, സാധാരണക്കാരുടെ ഇടയിൽ പെരുമാറുന്നില്ല, അവനോട് ഗുണ്ടായുസം കാണിക്കുന്നു, മറ്റത് കാണിക്കുന്നു പറയും. ഇപ്പൊ ആരാണ് ഇത് കാണിക്കുന്നത്? പക്ഷെ നമ്മൾ പറഞ്ഞതുപോലെ ഷാഫി എന്ന് പറയുന്ന നേതാവ് നാളെ കാലത്തെ ഈ പറയുന്ന കോൺഗ്രസിലാണെന്നെങ്കിലും കേരളത്തിന്റെ ഒരു പ്രതീക്ഷയായിരുന്നു. അദ്ദേഹം MLA ആയിട്ടിരുന്നിടത്ത് അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ നേതാവായിട്ടിരുന്നപ്പോൾ ഏറ്റെടുത്ത സമരങ്ങൾ സാധാരണക്കാരനെ ബോധ്യപ്പെടുത്തി പോകുന്ന ഒരു നല്ല നേതാവായിരുന്നു. അതിനുശേഷം നമ്മൾ ലോകസഭയിൽ പോയപ്പോഴും അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അദ്ദേഹത്തിന്റെ പ്രസന്റേഷനും ഒക്കെ എല്ലാവരും അംഗീകരിച്ചാണ്. അത്തരത്തിൽ ജനങ്ങളുടെ ഇടയിൽ ഇപ്പോ കോൺഗ്രസിന് ഇല്ലാത്ത ഒരു കാര്യം, ജനകീയ മുഖമുള്ള നേതാക്കന്മാരില്ലാത്ത ഒരു സമയത്ത് ഒരു ജനകീയ മുഖമുള്ള മതേതര ജനാധിപത്യ പാർട്ടിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മതേതര സ്വഭാവമുള്ള മുഖമുള്ള ഒരു നേതാവ്, ഒരുപക്ഷെ ആര്യാട മുഹമ്മദിന്റെ കൂട്ടൊക്കെ ഉള്ള ഒരു നേതാവ്, അതും പ്രത്യേകിച്ച് മുസ്ലിം കാറ്റഗറിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ക്ലെയിം ഉള്ള ഒരു കാറ്റഗറി ആയിട്ട്, അല്ലെങ്കിൽ അവരാണ് വർഗീയത വളർത്തുന്നത്, അല്ലെങ്കിൽ അവരാണ് ഇത്തരത്തിൽ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് സമൂഹം പറഞ്ഞ് അവരെ മോശമാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെയൊക്കെ അപ്പുറം ഷാഫി പറമ്പിലിന് ജനങ്ങളുടെ ഇടയിൽ പാർട്ടിക്ക് അപ്പുറം ഒരു അംഗീകാരം കിട്ടുമ്പോഴാണ് ഇത്തരത്തിൽ ചീപ്പ് ഷോകൾ കാണിച്ച് അല്ലെങ്കിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ കാണിച്ച് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഏതായാലും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന യുവ നേതാവിന്റെ ഭാഗത്തു നിന്നും ആ എംപിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു കാര്യങ്ങളൊന്നും കേരളത്തിലെ ജനം പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അദ്ദേഹത്തിന് ഒരു വലിയ വില അത് കോൺഗ്രസിനകത്ത് മറ്റ് നേതാക്കന്മാർക്ക് കിട്ടാതെ പോകുമ്പോഴും അദ്ദേഹത്തിന് കൊടുത്തു പോകുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അത്തരത്തിലുള്ള നല്ല നേതാവ് തന്നെയാണ്. ഏതായാലും ഇന്നലെ അദ്ദേഹം കാണിച്ച സാധാരണക്കാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ അവരുടെ ജോലി ചെയ്തപ്പോൾ അവരോട് കാണിച്ച ചീപ്പ് ഷോയും അതിനുശേഷം അത് വേറെ രീതിയിൽ പരസ്യപ്പെടുത്തി അല്ലെങ്കിൽ അത്തരത്തിൽ അവമാനിക്കാൻ ശ്രമിക്കുന്നതുമായിട്ടുള്ള ഇലക്ഷന് വേണ്ടി ഈ ഉദ്യോഗസ്ഥന്മാർ ഇടതുപക്ഷത്തിന്റെ ഭാഗമാണ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗമാണ്, ഞങ്ങളെ പരിശോധിച്ചതാണ്, ഇത്തരത്തിൽ കാര്യങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യാറുണ്ട്, ഇടതുപക്ഷ നേതാക്കന്മാരെ ഒന്നും പരിശോധിക്കാറില്ല, വലതുപക്ഷ നേതാക്കന്മാരെ അല്ലെ കോൺഗ്രസ് നേതാക്കന്മാരെ മാത്രമേ പരിശോധിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്ത ഉണ്ടാക്കാൻ വേണ്ടി എടുത്ത ഒരു മോശമായ രാഷ്ട്രീയം അത് ഏതായാലും ജനം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഷാഫി പറമ്പിൽ ഇതിന് പാടില്ലായിരുന്നു, ഇതിന് മുതിരരുതായിരുന്നു എന്ന് മാത്രമാണ് ഇത്തരത്തിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഷാഫി പറമ്പിലിനെ പറ്റി വളരെ നല്ല രീതിയിലും അല്ലെങ്കിൽ അത്തരത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ പറ്റി പ്രശംസിച്ച് ഞാൻ ഉൾപ്പെടെയുള്ളവർ ഈ പല വീഡിയോകളും ടോക്ക് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ ഇത് ഇന്നലെ ചെയ്തത് ആരെ കൂട്ടുപിടിച്ചാലും ആര് ഷാഫിയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞായാലും അത് ഷാഫിക്ക് ഉണ്ടാക്കിയ ഡാമേജ് അല്ലെങ്കിൽ ഷാഫി അതിന് നിന്നുകൊടുത്ത ഒരു കാര്യം, അതായത് ഒരു MP എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ളപ്പോൾ ഈ ഒരു ചീപ്പ് ഷോ അത് ഏത് രാഷ്ട്രീയത്തിന് വേണ്ടിയായാലും സ്വയം ഉയരുന്നതിന് വേണ്ടിയാണോ, നിലമ്പൂർ ഇലക്ഷന് വേണ്ടിയാണോ, കോൺഗ്രസിനെ ഉയർത്തുന്നതിന് വേണ്ടിയാണോ, മാർക്സിസ്റ്റ് പാർട്ടിയെ മോശമാക്കുന്നതിന് വേണ്ടിയാണോ എന്നുള്ളതിനെ പറ്റിയൊക്കെ ഷാഫി ചിന്തിക്കാനായിട്ട് ഷാഫി വിചാരിക്കുന്നത് പോലെ പണ്ടത്തെ കൂട്ട് ചീപ്പ് ഷോകളും അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങളും ഒക്കെ അങ്ങ് യഥാർത്ഥമായിട്ട് വിശ്വസിച്ചു പോകുന്ന ഒരു ആളും ജനതയും ഒന്നുമല്ല എന്നുള്ളത്. എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായ നിരീക്ഷണവും എല്ലാ കാര്യങ്ങളെ പറ്റിയും വ്യക്തമായ ബോധ്യവും ഉള്ള ഒരു ജനതയും യുവജനതയും വിദ്യാർത്ഥികളും സമൂഹവും ഒക്കെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പൊ കബളിപ്പിച്ച് മുന്നോട്ട് പോകാം എന്നുള്ള ധാരണ വേണ്ട. ഇന്നലെ നിങ്ങളുടെ വാഹനം പരിശോധിച്ച അതേ ഉദ്യോഗസ്ഥന്മാർ തന്നെ ഇടതുപക്ഷത്തിന്റെയും BJP-യുടെയും എല്ലാ നേതാക്കന്മാരുടെയും ആ സമയത്ത് അതിലെ കൂടെ പോയവരുടെ പരിശോധിച്ചിട്ടുണ്ട്. അതിൽ അവർക്കാർക്കും ഇല്ലാത്ത ഒരു ഷോയും ഒരു ആവശ്യമില്ലാത്ത അഹങ്കാരവും ഒക്കെ അത് എവിടെ നിന്ന് വന്നോ അത് അവിടെ വെക്കുന്നതായിരിക്കും മുമ്പോട്ടുള്ള പോക്കിന് നല്ലത്. അല്ലെങ്കിൽ ഷാഫി എന്ന് പറയുന്ന നേതാവിന് ഇതുവരെ കിട്ടിയിരുന്ന ഒരു അംഗീകാരം ഇനിയും കേരളത്തിലും അല്ലെങ്കിൽ മറ്റു പലയിടത്തും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു.
യെസ്, അതാണ്. എന്തായാലും ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം കാണിച്ച ആ ഒരു ചീപ്പ് ഷോ അദ്ദേഹം ഇത്രയും നാൾ ഉണ്ടാക്കിയെടുത്ത ഒരു രാഷ്ട്രീയ ഇമേജിന് വലിയ ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ള കാര്യം വ്യക്തമാണ്. കാരണം എത്രയോ കഷ്ടപ്പെട്ടാണ് ഷാഫി പറമ്പിൽ കോൺഗ്രസിനകത്ത് വളർന്നു വന്നതെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ കഴിഞ്ഞ ദിവസം എല്ലാ പാർട്ടിക്കാരുടെയും അതുവഴി കടന്നുപോയ മുഴുവൻ വാഹനങ്ങളും പരിശോധിച്ചിരുന്നു. അക്കൂട്ടത്തിൽ ഒന്നു മാത്രമായിരുന്നു ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും സഞ്ചരിച്ച കാർ. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.